വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. ഡോക്ടർ റാം പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇയാളെ ഇരുട്ടിൽ തപ്പുകയായിരുന്നു. ഇപ്പോൾ നിതിൻ രാജിന്റെ മരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരനെന്ന് കണക്കാക്കുന്ന ഡോക്ടർ റാമിനെ പിടികൂടിയിട്ടുണ്ട്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് അധ്യാപകൻ ഡോക്ടർ റാം കുടകിൽ നിന്നാണ് പിടിയിലായത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇയാളെ എത്തിച്ചു എന്നും വിവരങ്ങൾ വരുന്നു. ഇയാളുടെ ജാമ്യാപേക്ഷകളൊക്കെ നേരത്തെ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നെങ്കിലും എല്ലാം തള്ളിയിരുന്നു. എന്തുകൊണ്ടാണ് പോലീസ് ഇയാളെ പിടികൂടുന്നതിൽ ലേറ്റാകുന്നതെന്ന ചോദ്യം അടക്കം വന്നതാണ്. ഇപ്പോൾ ഒടുവിൽ പിടിയിലായിരിക്കുന്നു ഡോക്ടർ റാം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. നിഖിൽ വിവരങ്ങളുമായി ചേർന്നു. നിഖിൽ, ഒടുവിൽ ഡോക്ടർ റാം പിടിയിൽ. 3 മാസത്തിലേറെ റാം എവിടെയെന്ന ചോദ്യം ഉയർത്തേണ്ടി വന്നു. ഇപ്പോഴേതായാലും ക്രൈംബ്രാഞ്ച് സംഘം ഡോക്ടർ റാമിനെ പിടികൂടിയിരിക്കുന്നു. കർണാടകയിലെ കുടകിൽ നിന്നാണ് റാം പിടിയിലായിരിക്കുന്നത്. റാമിനെ ഇപ്പോഴേതായാലും കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജ് കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ജീവൻ എടുക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡോക്ടർ റാമിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിതിൻ രാജ് തന്നെ ജീവനൊടുക്കാൻ കാരണം ഇത്തരത്തിൽ ഈ ഡോക്ടർ റാമിന്റെ ഭാഗത്തു നിന്നുണ്ടായ ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു എന്നത് നേരത്തെ തന്നെ വലിയ ആരോപണം ഉയർന്നതാണ്. നിതിൻ രാജിന്റെ കുടുംബം ഇപ്പോഴും ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ ഇയാളുടെ പെരുമാറ്റങ്ങളെ കുറിച്ചൊക്കെ വലിയ പരാതികൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സമയത്താണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോഴും ഡോക്ടർ റാമിനെ കണ്ടെത്താൻ കഴിയാതെ. മാത്രമല്ല നിഖിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്ത് നിന്ന് സഹികെട്ട് നിങ്ങളുടെ കൈ ഈ റാമിനെ അറസ്റ്റ് ചെയ്യാൻ വിറയ്ക്കുകയാണോ എന്ന് പോലും ഒരു പരാമർശമൊക്കെ ഉണ്ടായതല്ലേ? തീർച്ചയായും അത്തരത്തിൽ സുപ്രീം കോടതിക്ക് തന്നെ ചോദിക്കേണ്ടി വരുന്ന, ഹൈക്കോടതിക്ക് തന്നെ അത്തരത്തിൽ ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കാരണം ആദ്യം തലശ്ശേരിയിൽ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകുന്നു, പിന്നീട് ഹൈക്കോടതിയിലേക്ക് പോകുന്നു, പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. ഈ 3 കോടതികളും ഇത്തരത്തിൽ ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കോടതികളെല്ലാം തന്നെ ഈ റാമിന്റെ ഭാഗത്തു നിന്നുണ്ടായ അധിക്ഷേപം അത് ഗുരുതരമാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ഇയാളുടെ പിറകിൽ തന്നെ, അല്ലെങ്കിൽ ഇയാളെ ഉണ്ടായിരുന്നു എന്നൊരു വിശദീകരണമാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ആന്ധ്രാപ്രദേശിലും കർണാടകയിലുമൊക്കെയായി ബന്ധങ്ങൾ ഇയാൾക്കുണ്ട്. ഇവിടെ കണ്ണൂരിലാണെങ്കിൽ കണ്ണൂരിൽ ഇയാൾക്ക് ഏറെക്കാലമായി താമസിച്ച് അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇയാൾ എവിടെയാണെന്ന് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നായിരുന്നു നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴേതായാലും ക്രൈംബ്രാഞ്ച് സംഘം കുടകിലെത്തിയാണ് ഇയാളെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഡോക്ടർ റാം ഉടൻ പിടിയിലാകുമെന്നൊരു സൂചന ഉണ്ടായിരുന്നു. ഈ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉൾപ്പെടെ ഇയാൾ ഉണ്ട് എന്ന ഒരു വിവരം ആദ്യഘട്ടത്തിൽ ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഈ ക്രൈംബ്രാഞ്ചിന്റെ ഒരു ടീം അങ്ങോട്ട് നീങ്ങിയിരുന്നു. മാത്രമല്ല, ബാംഗ്ലൂരിലുണ്ട് എന്നൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തുന്നു. ഒപ്പം തന്നെ കുടകു നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും 3 മാസക്കാലം പോലീസിന്റെ കണ്ണ് വെട്ടിച്ചോ അല്ലെങ്കിൽ പോലീസിന് പിടികൊടുക്കാതെയോ ഇത്തരത്തിൽ ഒരു ഒളിച്ചുകളിയായിരുന്നു ഡോക്ടർ റാം നടത്തിയത്. ആ റാമിനെ ഏതായാലും പിടികൂടിയിരിക്കുന്നു. കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം എന്ന് തന്നെ പറയാം ഈ അറസ്റ്റ് വൈകിയത്. കാരണം ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട് കോടതി അടക്കം ഇങ്ങനെ നിരന്തരം എന്താണ് ഇയാളെ പിടികൂടാത്തത്, ചോദിച്ചതുപോലെ നിങ്ങളുടെ എന്തിനാണ് ഈ ഇരട്ട നീതി റാമിന് നൽകുന്നുണ്ടോ, നിങ്ങളുടെ കൈ കെട്ടിയിരിക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങൾ വരെ ചോദിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡോക്ടർ റാമിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തന്നെയാണ്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നോക്കിയാൽ തന്നെ നിതിൻ രാജിനെ മാനസികമായി ഒരു മനുഷ്യനെ
ഏറ്റവും മോശമായി ഏറ്റവും താഴത്തേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്കുള്ള ഒരു പെരുമാറ്റം ഈ അധ്യാപകൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു വകുപ്പിന്റെ മേധാവിയായ ഡോക്ടർ റാമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഇനി മറ്റ് വിദ്യാർത്ഥികൾ പറയുമ്പോഴും ഈ ശരീരപ്രകൃതി വെച്ചും നിറം വെച്ചും വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വെച്ചും എന്തിന് ധരിക്കുന്ന ചെരുപ്പ് നോക്കി പോലും അവരെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം അത് കാലങ്ങളായി തുടർന്നു വന്നിരുന്ന ഒരു അധ്യാപകനാണ്. ആ അധ്യാപകന്റെ ആ ഒരു പ്രവൃത്തി കൊണ്ട് ഒരു മെഡിക്കൽ രംഗത്തേക്ക് അതിന്റെ പഠനത്തിനായി എത്തിയ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം അടക്കം ഉണ്ടായതാണ്. നിതിൻ മരണവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് പോലെ ഇതിലൊരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷണത്തിനിടയിൽ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നടന്നു. പക്ഷേ പ്രാഥമികമായ കാരണം എന്ന് പോലീസ് കണ്ടെത്തിയത് ഈ കോളേജിൽ നടന്ന ചില സംഭവങ്ങൾ അല്ലെങ്കിൽ അധ്യാപകന്റെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഒന്നാം പ്രതിയായ ഡോക്ടർ റാമിനെ പിടികൂടുക എന്നുള്ളത് പോലീസ് ഘട്ടത്തിൽ അതിലൊരു വൈകലുണ്ടാക്കിയെന്ന ശക്തമായ ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും 3 മാസത്തിലേറെ ഈ സംഭവം നടന്നിട്ട് 3 മാസം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ മുഖ്യപ്രതി എന്ന് കരുതുന്ന ഡോക്ടർ റാം പിടിയിലായിരിക്കുന്നു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ അന്ന് മുതൽ ഒളിവിലായിരുന്നു ഈ ഡോക്ടർ റാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനു മുൻപ് തന്നെ അദ്ദേഹം പല ഇടങ്ങളിലായി ജാമ്യവുമായി മുൻകൂർ ജാമ്യത്തിന് ഇയാൾ ശ്രമിച്ചിരുന്നു, ഡോക്ടർ റാം ശ്രമിച്ചിരുന്നു. അപ്പോഴൊക്കെയും കോടതി ആ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പോലും ഹൈക്കോടതി അന്വേഷണ സംഘത്തെ വിമർശിച്ചത് നമ്മൾ കേട്ടതാണ്. ഈ ഡോക്ടർ റാമിലേക്ക് എത്താൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൈ വിറയ്ക്കുകയാണോ എന്നൊരു ചോദ്യം പോലും കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി. അതിനൊക്കെ ഒടുവിൽ ഇന്നിപ്പോൾ ഡോക്ടർ റാം പിടിയിലായിരിക്കുകയാണ്. പിടിയിലായിരിക്കുന്നത് കുടകിൽ നിന്നാണ്. കുടകിൽ നിന്നും പിടികൂടിയ ഡോക്ടർ റാമിനെ കണ്ണൂരിലേക്ക് എത്തിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നിഖിൽ, ഇനിയിപ്പോൾ എന്താവും? ഇയാളെ ഇന്ന് തന്നെ ചോദ്യം ചെയ്യുമോ, കോടതിയിൽ ഹാജരാക്കുമോ? നമ്മൾ ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കോടതിയിൽ എന്തായാലും ഇന്ന് തന്നെ ഹാജരാക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതായാലും ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചു. അല്പസമയം മുൻപാണ് എത്തിച്ചിരിക്കുന്നത്. ഇനി സ്വാഭാവികമായും അതിന്റെ നടപടിക്രമങ്ങൾ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഉണ്ട്. ചോദ്യം ചെയ്യൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത്. അത്തരം നടപടിക്രമങ്ങളിലേക്ക് ഇന്ന് തന്നെ എന്തായാലും കടക്കും. ഇതൊരു സ്വാഭാവിക നടപടിക്രമം എന്ന രീതിയിൽ അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഏതായാലും ഈ റാമിന്റെ ചോദ്യം ചെയ്യലും റാം നൽകുന്ന മൊഴിയും ഒക്കെ നിർണായകമാണ്. കാരണം കോടതിയിലൊക്കെ മുൻകൂർ ജാമ്യ ഹർജിയോടൊപ്പമൊക്കെ റാം പറഞ്ഞിരിക്കുന്നതെല്ലാം താൻ അത്തരത്തിൽ അധിക്ഷേപം നടത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷേ പോലീസിന്റെ കയ്യിലാണെങ്കിൽ നിരവധി മൊഴികളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു മൊഴികളും മറ്റ് തെളിവുകളും എല്ലാം ഉണ്ട് എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇതിന്റെ മറ്റ് കോടതിയുമായി ബന്ധപ്പെട്ടത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും. ചോദ്യം ചെയ്യലിലേക്കും വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെ ക്രൈംബ്രാഞ്ച് സംഘം കടക്കുകയും ചെയ്യും. ഓക്കെ നിഖിൽ, ശരി. അങ്ങനെ 3 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ ഡോക്ടർ റാമിനെ പിടികൂടിയിട്ടുണ്ട്.